വനിതാ ലോകകപ്പ് വിജയം നേടിയ ഇന്ത്യൻ ടീം അംഗങ്ങളെ ആദരിച്ച് പ്രധാനമന്ത്രി. ലോകകപ്പുമായാണ് വനിതാ താരങ്ങൾ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിയ താരങ്ങൾക്ക് നരേന്ദ്രമോദി ഉജ്ജ്വല സ്വീകരണം തന്നെ ഒരുക്കി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, പെൺപെരുമയ്ക്കും അതുപോലെ സ്ത്രീശക്തിക്കും ലഭിച്ച അംഗീകാരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെയാണ് ആദരിച്ചത്? വിശദാംശങ്ങൾ. ഹനിൽ നമ്പ്യാർ, ഈ സ്പോർട്സിനെയും അതുമായി ബന്ധപ്പെട്ട കായിക താരങ്ങളെയും ഒക്കെ തന്നെ അവർ നേടുന്ന വിജയങ്ങളുടെ പേരിൽ അഭിനന്ദിക്കുന്ന ഒരു രീതി പ്രധാനമന്ത്രിക്കുണ്ട്. അത് മുൻപ് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഇതാ ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ലോകകപ്പ് കിരീടം നേടിയ നമ്മുടെ വനിതാ താരങ്ങളെ, ക്രിക്കറ്റ് താരങ്ങളെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ വിളിച്ചു വരുത്തി ആദരിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിനൊപ്പമാണ് ഈ സംഘം അവിടെ എത്തിയത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഈ ടീമിന്റെ കോച്ച് കൂടിയായ അമോൾ മജുംദാറും ഒപ്പമുണ്ടായിരുന്നു. വൈകുന്നേരം 6 മണിക്കായിരുന്നു എത്തിയത്. കുറച്ചധികം സമയം, കുറച്ച് മണിക്കൂറുകൾ അവിടെ പ്രധാനമന്ത്രിക്കൊപ്പം ചെലവഴിച്ചു. ആ കപ്പ് പ്രധാനമന്ത്രിക്ക് കൈമാറി. പ്രധാനമന്ത്രിക്കൊപ്പം ഫോട്ടോ സെഷനിൽ പങ്കെടുത്തു. നമോ 1 എന്നെഴുതിയ ജേഴ്സി പ്രധാനമന്ത്രിക്ക് താരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. വലിയ ആവേശഭരിതരായാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെ താരങ്ങൾ കണ്ടതും അവർ വിശേഷിപ്പിച്ചതും. അതിനുശേഷം ഈ താരങ്ങൾക്ക് സ്വീകരണം ഒരുക്കിയിരുന്നു. താജ് പാലസ് ഹോട്ടലിലാണ് താരങ്ങൾക്കുള്ള സ്വീകരണം ഒരുക്കിയത്. വളരെ വിപുലമായ സ്വീകരണം താരങ്ങൾക്ക് ഡൽഹിയിൽ അണിയിച്ചൊരുക്കുകയും ചെയ്തു. എന്തായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണ്. പ്രധാനമന്ത്രിക്ക് ആ പരിപാടി നടക്കുമ്പോൾ, ഈ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ ആ സ്റ്റേഡിയത്തിൽ എത്താനും അത് കാണാനും സാധിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം ആ മത്സര വിജയം വന്നതിന് ശേഷം ആരാധകർക്കൊപ്പം അദ്ദേഹവും അത് ആഘോഷിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് താരങ്ങളെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ചത്. വനിതാ ലോകകപ്പ് വിജയം നേടിയ ഇന്ത്യൻ ടീം അംഗങ്ങളെ ആദരിച്ച് പ്രധാനമന്ത്രി. ലോകകപ്പുമായാണ് വനിതാ താരങ്ങൾ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത്. പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയ താരങ്ങൾക്ക് നരേന്ദ്രമോദി ഉജ്ജ്വല സ്വീകരണം തന്നെ ഒരുക്കി. എസ് ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.